കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസ് ഐസക്കിനും ഇഡി നൽകിയ നോട്ടീസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന പ്രതിരോധവുമായാണ് CPM നേതാക്കൾ രംഗത്തെത്തിയത്. കേരളത്തിന്റെ വികസനത്തെ തടയുകയാണ് ലക്ഷ്യം. ഇഡിയുടെ രാഷ്ട്രീയ നീക്കം ജനങ്ങൾ തിരിച്ചറിയുമെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ഇനിയിപ്പോൾ വീണ്ടും നോട്ടീസ് അയക്കുകയാണ്. അദൃശ്യമായ ഏതോ ഒരു ഒന്നുമല്ല, BJPയുടെ രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തെ തകർക്കാനാണ്. ഇഡി നോട്ടീസിനെ വെല്ലുവിളിച്ചാണ് തോമസ് ഐസക് രംഗത്തെത്തിയത്. ഇവരൊക്കെ വിളിക്കുമ്പോൾ കയറാനും പോകാനും വരാനും ഇവിടെ ഒരു പൗരന് അവകാശമുണ്ടെന്ന് എന്നെ ഇങ്ങനെ വിളിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ നിൽക്കില്ല. എന്തിനാ വിളിക്കണമെന്ന് പറയണം. മുഖ്യമന്ത്രിയുടെ മകന് പിന്നാലെ മുഖ്യമന്ത്രിക്കും ഇഡി നോട്ടീസ് അയച്ചത് തമാശയെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പരിഹാസം. മുഖ്യമന്ത്രിയുടെ മകന് ഇഡി അയച്ച നോട്ടീസ് ഇപ്പോൾ ആകാശത്തിൽ പറന്നെടുക്കുക. അത് ഇല്ലത്തൊന്ന് പുറപ്പെട്ടു, ഉമ്മത്ത് എത്തിയിട്ടുമില്ല. ഒരു പുതുമയില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് മാത്രത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു മസാല. തെരഞ്ഞെടുപ്പ് നാടകമെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിൽ ഭായി ഭായി ബന്ധമെന്ന് പരിഹസിച്ചു. BJPയും CPMും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായി സ്വർണ്ണക്കള്ളക്കടത്ത് ആവിയായി പോയി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് തീർപ്പില്ലാതായി. അതേ ഒരവസ്ഥ ഇതിനും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പൊളിറ്റിക്കൽ നെഗോസിയേഷൻ നടക്കുന്നുവെന്ന UDF നേതാക്കളുടെ പ്രതികരണത്തെ BJP നേതാക്കൾ എതിർത്തു. എന്തുകൊണ്ട് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവിടുന്ന് കാശ് ബോറോ ചെയ്യുന്നില്ല? ഇവിടെ ഫീസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതൊരു ചോദ്യമാണ്, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമാണ്. അതല്ലാണ്ട് ഇത് ചോദിക്കുമ്പോൾ ഇത് ഇലക്ഷന് കാരണമാണ്, ഇത് രാഷ്ട്രീയമാണെന്ന് അതല്ല. ഇഡിയുടെ തുടർ നടപടികൾ കേസിൽ എന്തായിരിക്കുമെന്ന് ഇനി കത്തിരുന്നു കാണാം. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.